ജീവിതം വഴിമുട്ടിയ കേച്ചേരിയിലെ നിക്ഷേപകർ. പുനലൂർ ആസ്ഥാനമായ കേച്ചേരി എന്റർപ്രൈസസിന്റെ 33-ൽ പരം ബ്രാഞ്ചുകളിൽ പണം നിക്ഷേപിച്ച ആയിരക്കണക്കിന് ആളുകൾ പൂർണ്ണമായും വഴിയാധാരമായിരിക്കുന്നു. പണം മടക്കി കിട്ടുമെന്നതിന് ഒരു ഉറപ്പും എങ്ങും നിന്നും ലഭിച്ചിട്ടുമില്ല. 350 കോടിയിൽ പരം രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഉടമയായ വേണുഗോപാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായെങ്കിലും മാസങ്ങൾക്ക് മുമ്പ് ജയിൽ മോചിതനായി എവിടെയോ സുഖജീവിതം നയിച്ചു വരുന്നു. പല പോലീസ് സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ ധനാപകരണത്തിൻ്റെ 500-ൽ അധികം എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. തങ്ങൾക്ക് റിസർവ് ബാങ്കിൻ്റെ അംഗീകാരമുണ്ടെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയുണ്ടെന്നും വിശ്വസിപ്പിച്ചാണ് കേച്ചേരി എന്റർപ്രൈസസ് നിക്ഷേപകരിൽ നിന്ന് 18% വരെ പലിശ വാഗ്ദാനം നൽകി പണം സ്വരൂപിച്ചത്. പല നേതാക്കളുടെയും പേര് പറഞ്ഞാണ് ഇവർ ആളുകളെ സ്വാധീനിച്ചിരുന്നത്. ആ നേതാക്കൾ തന്നെയായിരുന്നു ഇവരുടെ പല ബ്രാഞ്ചുകൾ ഉദ്ഘാടനം ചെയ്തതും. കേച്ചേരി സമാഹരിച്ച പണം എവിടെ പോയി? പണം നിക്ഷേപിച്ചവർക്ക് അത് തിരികെ ലഭിക്കുവാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അന്വേഷണ ഏജൻസികളും ജനപ്രതിനിധികളും ഈ വിഷയത്തിൽ ഇടപെടണം. പലരും വിവാഹം, ചികിത്സ മുതലായ ആവശ്യങ്ങൾക്ക് വച്ചിരുന്ന പണമാണ്. പണം കിട്ടാതിരുന്നതിനാൽ ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടവർ പോലുമുണ്ട്. അമിതമായ പലിശ വാഗ്ദാനത്തിൽ വീണുപോയവരാണ് പലരും. ആ സാധുക്കളെ വേണുഗോപാലും കൂട്ടാളികളും ചില രാഷ്ട്രീയക്കാരും ചേർന്ന് ചതിക്കുകയായിരുന്നു. കേച്ചേരിയുടെ കെണിയിൽ പെട്ടുപോയവർക്ക് അവർ നിക്ഷേപിച്ച പണമെങ്കിലും മടക്കി കിട്ടാനുള്ള നടപടികൾ എത്രയും വേഗം ഉണ്ടായില്ലെങ്കിൽ അവരുടെ അവസ്ഥ അതീവ ദയനീയമായിരിക്കും. ഇതുപോലുള്ള തട്ടിപ്പ് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്നു പന്തലിക്കുന്നതിനും നിർബാധം സാധാരണക്കാരെ കെണിയിൽപ്പെടുത്തി പണം അപഹരിക്കുന്നതിനും മുഖ്യ കാരണക്കാർ ഇവിടുത്തെ ഭരണകൂടവും നേതാക്കളുമാണ്. അവരുടെ തണലിലാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നത്. താമരക്കുടി സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നിക്ഷേപകർക്ക് അവരുടെ പണം മുഴുവൻ ഉടനടി ലഭ്യമാക്കുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാലും സഹകരണ വകുപ്പ് മന്ത്രി VN വാസവനും നേരിട്ട് വന്ന് നിക്ഷേപകർക്ക് ഉറപ്പ് നൽകിയിട്ട് ഇന്ന് 2 വർഷം കഴിയുന്നു. നയാ പൈസ ആർക്കും കിട്ടിയിട്ടില്ല. തട്ടിപ്പ് നടത്തിയവർ ഇന്നും നേതാക്കളായി വിലസുകയാണ്. നാളെ കേച്ചേരി ഉടമയും നേതാവായി മാറിയാൽ ഒട്ടും അതിശയപ്പെടാനില്ല. അതാണ് ഈ ലോകം. നിക്ഷേപകരുടെ മനോവേദന ഉൾക്കൊള്ളാൻ സർക്കാരും നീതിപീഠങ്ങളും തയ്യാറാകണം. ജീവിതം വഴിമുട്ടിയ പലരും ഇന്ന് ആത്മഹത്യയുടെ വഴിവക്കിലാണെന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി. അവർക്ക് സാന്ത്വനമേകാൻ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ജനപ്രതിനിധികൾ ആത്മാർത്ഥമായി മുന്നിട്ടിറങ്ങണം. നിയമ പോരാട്ടം വേഗത്തിലായാൽ മാത്രമേ നീതി ലഭിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, സ്പോട്ട് ന്യൂസ്.